الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ കാരുണ്യം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളുമായ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅ്ലയിലെ 16 മുതൽ 19 വരെയുള്ള 4 ആയത്തുകളാണ് ഓതി വെച്ചത്. പതിവായി എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന സൂറത്താണ് അഅ്ലയും ഗാശിയയും. അതിലെ അവസാനത്തെ 4 വചനങ്ങളാണിവ. പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ്, വിഭവങ്ങൾ ശേഖരിക്കാനാണ് ഈ ലോകം അല്ലാഹു തആല സംവിധാനിച്ചത് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. വിശിഷ്യ ഖിയാമത്തിലേക്ക് അടുക്കും തോറും ദീനുപ്രകാരം ജീവിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യമുണ്ടാകുമെന്നത്
വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, യഅതി അലന്നാസി സമാനുൻ അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംർ എന്നാണ്. ആളുകൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലത്തെ പ്രത്യേകത അസ്സാബിറു ഫീഹിം അലാ ദീനിഹി, തന്റെ ദീനിന്റെ വിഷയത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവൻ കൽ ഖാബിലി അലൽ ജംർ, തീക്കനൽ പിടിക്കുന്നവനെ പോലെ ആയിരിക്കുമെന്നാണ് ഹദീസിന്റെ ആശയം. ദീനുപ്രകാരം ജീവിക്കണമെന്ന്, ദീനിയായ നിഷ്ഠകൾ പാലിക്കണമെന്ന്, ധാർമ്മികമായി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളുമൊക്കെ ജീവിക്കുകയും സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ കൽ ഖാബിലി അലൽ ജംരി, തീക്കനൽ പിടിക്കുന്നവനെ പോലെ ആയിരിക്കുമെന്നാണ് ഈ ഹദീസിൽ നിബിധങ്ങൾ പഠിപ്പിക്കുന്നത്. പരിഹാരം നിബിധങ്ങൾ തന്നെ പറഞ്ഞു, മറ്റൊന്നും ആലോചിക്കാതെ പടച്ച റബ്ബിൽ മാത്രം എല്ലാം അർപ്പിച്ചുകൊണ്ട് നേരെ ചൊവ്വെ ജീവിക്കുക എന്നാണ്. സുഫിയാൻ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു പറയുന്നു, ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ, എനിക്കൊരു കാര്യം നിങ്ങൾ അറിയിച്ചു തരണം, മറ്റാരോടും എനിക്കിനി ചോദിക്കേണ്ടി വരാൻ പാടില്ല. ആ നിലയ്ക്കുള്ള കാര്യം നിങ്ങൾ അറിയിച്ചു തരണമെന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ പ്രഖ്യാപിക്കുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക, സുമ്മ ഇസ്തഖിം, പിന്നെ നേരെ ചൊവ്വേ ജീവിക്കുക എന്നാണ്. അല്ലാഹുവിൽ വിശ്വസിച്ചു ആമൻതു ബില്ലാഹ് എന്ന് പ്രഖ്യാപിക്കുകയും സുമ്മ ഇസ്തഖിം, പിന്നെ ഇസ്തിഖാമത്തോടു കൂടി, അഥവാ അല്ലാഹും റസൂലും എന്താണോ എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ നിലക്ക് തന്നെ നീ ജീവിതത്തെ ക്രമീകരിക്കുക. അതിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുവാൻ വ്യത്യസ്തമായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നതും യാഥാർത്ഥ്യമാണ്. പൈശാചികമായ ഉത്ബോധനങ്ങൾ, ദുനിയാവിനെ മാത്രം കാണുന്ന ആളുകൾ ഇതിനപ്പുറത്തേക്ക് ജീവിതമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഈ ഐഹികമായ ജീവിതം തന്നെയാണ് എല്ലാമെന്ന് തെറ്റായി മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ സ്വാഭാവികമായി മതത്തിന്റെ ആളുകളെ പരിഹസിക്കുകയും ആ മതപരമായ വൃത്തത്തിൽ നിന്നവരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഇന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ചർച്ചകൾ സോഷ്യൽ മീഡിയകളിലെല്ലാം സജീവമാണല്ലോ. അവിടെയും സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മക്കൾ ദീനിയായി വളർന്നുകൂടാ, ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ ചെറുപ്പം മുതലേ ശീലിച്ചുകൂടാ, അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി എല്ലാ അർത്ഥത്തിലുമുള്ള ലിബറൽ ചിന്താഗതിയിലേക്ക് വരുന്ന തലമുറയെ മാറ്റിയെടുക്കണമെന്ന ഗൂഢമായ താല്പര്യങ്ങൾ തന്നെയാണ് അത്തരം വിവാദങ്ങൾക്കെല്ലാം പിറകിലുള്ളത് എന്ന് നമുക്ക് ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലജ്ജ എന്നത്. ഈ വക നൃത്തങ്ങളും ഡാൻസുകളും ലഹരിയും അടക്കമുള്ള ഇത്തരം തെറ്റായ അധാർമികമായ പ്രവണതകൾ വ്യാപകമാകുമ്പോൾ ഇല്ലാതാകുന്നത് ഒരർത്ഥത്തിൽ ലജ്ജയാണ്. നബി തങ്ങൾ പറഞ്ഞത്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ എന്നാണ്. എല്ലാ മതത്തിനുമുണ്ട് ചില സ്വഭാവങ്ങൾ, ആ മതത്തെ വ്യതിരിക്തമാക്കുന്ന, ആ മതത്തെ പ്രത്യേകം എടുത്തു കാണിക്കുന്ന പ്രത്യേകമായ സ്വഭാവങ്ങൾ എല്ലാ മതങ്ങൾക്കും ഉണ്ടാകും. ഇസ്ലാം മതത്തിന്റെ സ്വഭാവം എന്നത് ഹയാ ആണ്, ലജ്ജയാണ് എന്നാണ്. ഈമാന്റെ ശാഖയായി എണ്ണപ്പെട്ട കാര്യമാണല്ലോ ലജ്ജ എന്നത്. ഈമാൻ 70-ൽ പരം ശാഖകളാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ അതിനും എണ്ണി പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിന്റെ ഒരു ശാഖയാണ് എന്ന് നബി തങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. ഇസ്ലാമിന്റെ സ്വഭാവമായി പഠിപ്പിച്ചത് ലജ്ജയാണ് എന്നത് വലിയ പ്രാധാന്യപൂർവ്വം നാം കാണേണ്ട കാര്യം തന്നെയാണ്. മറ്റൊരു ഹദീസിൽ അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാന്റെ ഭാഗമാണ്, ഈമാനിൽ പെട്ടതാണ് എന്ന് തന്നെ നബി തങ്ങൾ പറയുന്നു. സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീഅ, വിശ്വാസവും ലജ്ജയും ഒന്നിച്ചാണ്, അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ്
നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നില്ലാതായാൽ മറ്റേത് ഇല്ലാതാകുമെന്നാണ്. ഈമാൻ ഇല്ലെങ്കിൽ ലജ്ജയുണ്ടാവില്ല, ലജ്ജ ഇല്ലെങ്കിൽ ഈമാനും ഉണ്ടാവുകയില്ല എന്നാണ്. രണ്ടും ഒന്നിച്ചേ ഉണ്ടാവുകയുള്ളൂ. ഈമാൻ ലജ്ജയും ഒന്നിച്ചാണ് ഉണ്ടാവുക. ഈമാൻ നഷ്ടപ്പെടുന്നിടത്ത് ലജ്ജ സ്വാഭാവികമായും ഇല്ലാതായി പോകും. ലജ്ജ ഇല്ലാതായാൽ എന്തുമാകാം, എവിടെയുമാകാം, ആരുടെ മുമ്പിലും എങ്ങനെയും ആടിത്തിമർക്കാം, എന്തും പ്രദർശിപ്പിക്കാം, അതൊന്നും പ്രശ്നമല്ല എന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഈമാനിന് അവിടെ സ്ഥാനമില്ല. കാരണം രണ്ടും രണ്ടും ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ഒന്നില്ലാതായാൽ മറ്റൊന്നില്ലാതാവുക സ്വാഭാവികമാണ്. നമ്മുടെ മക്കളിൽ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത്, നമ്മുടെ സഹോദരിമാരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായും ലജ്ജ തന്നെയാണ്. വിവാഹവേളകളിൽ അതുപോലെയുള്ള സംഗമങ്ങളിൽ എല്ലാം ഇന്ന് ആടിത്തിമർക്കുന്ന, പ്രത്യേകമായ വേഷം കെട്ടുന്ന, തങ്ങളുടെ ശരീരം മറ്റുള്ളവർക്കും ആസ്വദിക്കാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന ലജ്ജയില്ലാത്ത സംസ്കാരം വ്യാപകമായി വരികയാണ്. ഗൗരവമായി തന്നെ നാം അതിനെ കാണേണ്ടതുണ്ട്. ഉമർ ഖത്താബ് പറഞ്ഞു, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു എന്നാണ്. ഒരാൾക്ക് ലജ്ജ കുറഞ്ഞു വരുന്നുവെങ്കിൽ അവന്റെ സൂക്ഷ്മതയും അതോട് കുറയും. ഒമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു. ഒരാളുടെ സൂക്ഷ്മത കുറഞ്ഞു വന്നാൽ അയാൾ ഹൃദയം ചത്തുപോകുമെന്നാണ്. മാത ഖൽബുഹു, കൽബ് ചത്തുപോകും. പിന്നെ അതിലേക്ക് ഒന്നും ഏശുകയില്ല. എത്ര വലിയ ഉത്ബോധനങ്ങൾ കിട്ടിയാലും ആ ഉത്ബോധനങ്ങൾ ആ കൽബിലേക്ക് ഇറങ്ങയില്ല. എത്ര വലിയ വിവാദങ്ങളും ബഹളങ്ങളും എന്തെല്ലാം അപകടങ്ങൾ മുമ്പിൽ കണ്ടാലും ശരി, അതൊന്നും അവനെ സ്വാധീനിക്കയില്ല. അവനെ സംബന്ധിച്ച് അവന്റെ കാര്യം മാത്രം ആയാൽ മതി, ബാക്കിയൊന്നും നോക്കേണ്ടതില്ല എന്ന മട്ടിൽ എന്തു തന്നെ സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്നതേ അല്ല എന്ന മട്ടിലാണ് പലപ്പോഴും അവൻ മുന്നോട്ട് പോവുക. അത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. നബി തങ്ങൾ പറയുന്നു, കഴിഞ്ഞകാല നുബുവ്വത്തിന്റെ സംസാരങ്ങളിൽ നിന്നും മുൻകാല പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ച അടിസ്ഥാന സംസാരം, ആ നുബുവ്വത്തിന്റെ സംസാരത്തിൽ നിന്ന് ജനങ്ങൾ കൈമാറി കിട്ടിയ ഒരു വാചകമുണ്ട് എന്നാണ്. അതെന്താ? ഇലാലം തസ്തഹി ഫസ്നഅ് മാ തശാ. എനിക്ക് ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ നീ എന്തും ചെയ്തോ, തോന്നും പോലെ ചെയ്തോ എന്നാണ്. തോന്നിവാസമാണ് ലജ്ജ ഇല്ലാതായാൽ ഉണ്ടായിത്തീരുക എന്നർത്ഥം. ലജ്ജ ഇല്ലാത്തവന് പിന്നെ എന്തുമാകാം, ആരുടെ മുമ്പിലും എങ്ങനെയും അവന് പ്രത്യക്ഷപ്പെടാം. എന്ത് സ്വഭാവമാകാം, ഏത് സംസ്കാരവുമാകാം. മാന്യത എന്നത്, ധാർമ്മികത എന്നത് അവനെ സംബന്ധിച്ച് ഒന്നുമില്ല. അവിടെ നിഘണ്ടുവിൽ അങ്ങനെ കാര്യമേ ഇല്ല. ഇദാലം തസ്തഹി ഫസ്നഅ് മാ തശാ. ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ തോന്നും പോലെ ചെയ്തോവെന്ന് മുൻകാല നുബുവ്വത്തിന്റെ സംസാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ ലജ്ജയെ തന്നെയാണ്. ചെറിയ പ്രായം മുതൽ ലജ്ജ ഇല്ലാതെ വളർത്തിക്കൊണ്ടുവരാനുള്ള തോന്നിവാസങ്ങളോട്, അധർമ്മങ്ങളോട് യാതൊരു മാനസികമായ വെറുപ്പമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ തന്നെയാണ് ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നത്. സ്വഹാബിമാരൊക്കെ വലിയ ലജ്ജ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചവർ തന്നെയാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലജ്ജ പ്രത്യേകമായി കണ്ട സ്വഹാബിയായ അശദ്ദുൽ അസ്വരി റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. ഇന്ന ഫീക ഖസ്ലതൈനി, ഇന്നിൽ ഞാൻ രണ്ട് സ്വഭാവങ്ങൾ കാണുന്നു. യുഹിബ്ബുഹുമുല്ലാഹ്, അത് രണ്ടും അല്ലാഹുവിന് വേറെ ഇഷ്ടമാണ്. അല്ലാഹു തആലയ്ക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് സ്വഭാവം ഇന്നിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റളിയല്ലാഹു അശദ്ദുൽ അസ്വരി റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുകയാണ്. ഒന്ന് പറഞ്ഞത് അൽ ഹയാ, ലജ്ജയാണ്. അൽ ഹിൽമു വൽ ഹയാ, ഒന്ന് ലജ്ജയാണ്, മറ്റൊന്ന് വിവേകമാണ്, പക്വതയാണ്. എല്ലാത്തിനും ഒരു പക്വമായ സമീപനം, വിവേകതയുള്ള സമീപനം. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കൂട്ടുകയല്ല, വൈകാരികമായും പ്രതികരിക്കുകയല്ല. കാര്യങ്ങളൊക്കെ പക്വമായി കണക്കാക്കി മനസ്സിലാക്കി മാത്രം കൈകാര്യം ചെയ്യുന്ന ആ ഒരു വിവേകം നിന്നിലുണ്ട്, പക്വത നിന്നിലുണ്ട്. വൽ ഹയാഉ, ലജ്ജയും നിന്നിലുണ്ട്. ഇത് രണ്ടും അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി എടുത്തു പറയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വീട്ടിൽ എന്റെ ഭർത്താവായ നബി തങ്ങൾ മറമാടപ്പെട്ടു. ശേഷം പിതാവായ അബൂബക്കർ സിദ്ദീഖും മറമാടപ്പെട്ടു. പിന്നീട് ഉമർ ഖത്താബ് തന്നോട് മറമാടപ്പെട്ടു. ഉമർ ഖത്താബ് മറമാടപ്പെട്ടപ്പോൾ എനിക്ക് പ്രത്യേകമായ ശ്രദ്ധ പിന്നെ ഉണ്ടായിരുന്നു. കാരണം ഹയാഅൻ മിൻ ഉമറ, ഉമർ ഖത്താബിനോടുള്ള ഒരു ലജ്ജ കാരണം ഞാൻ പിന്നെ എന്റെ ജീവിതത്തിൽ ഒന്നുകൂടെ ഒരു അടുക്കും ചിട്ടയും വേഷവിധാനത്തിൽ വീട്ടിലാണെങ്കിൽ പോലും ഒരു പ്രത്യേകമായ ശ്രദ്ധ ഞാൻ ചെലുത്തിപ്പോന്നു. കാരണം ഉമർ ഖത്താബ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന്.
ഉമർ ഖത്താബ് കണ്ടിട്ടല്ല, ഉമർ ഖത്താബ് അറിഞ്ഞിട്ടല്ല, ഉമർ ഖത്താബ് ഖബറിലാണ്. എന്നാലും ഉമർ ഖത്താബ് കിടക്കുമ്പോൾ ഇതുവരെ ഉള്ള പോലെയല്ല. ഇതുവരെ ഒന്ന് ഭർത്താവാണ്, മറ്റൊന്ന് പിതാവാണ്. എന്നാൽ ഇപ്പൊ ഉമർ ഖത്താബ് ഇവിടെ കിടക്കുന്നുണ്ട്. ഉമർ ഖത്താബിനെ ഓർക്കുമ്പോഴേക്കും എനിക്ക് വല്ലാത്ത ഒരു ആ നിലക്കുള്ള ഒരു ബോധമാണ്. ഹയാ മിൻ ഉമറ. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിൽ പോലും ഞാൻ ഞാൻ എന്റെ വീട്ടിൽ പോലും എന്റെ വസ്ത്രം കൃത്യമായി ധരിച്ചുകൊണ്ടല്ലാതെ പിന്നെ ഞാൻ വീട്ടിൽ പോലും നിൽക്കാറില്ല. ഹയാ മിൻ ഉമറ. ഉമർ ഖത്താബിന്റെ കാര്യത്തിലുള്ള ലജ്ജയാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. അതിൽ നമുക്ക് മാതൃകയുണ്ട്. ആ സ്വഹാബി സ്ത്രീകളെയാണ് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺകുട്ടികൾ മാതൃകയായി സ്വീകരിക്കേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഉടുത്തും ഉടുക്കാതെയും അഴിഞ്ഞാടി ചാടിക്കളിക്കുന്ന ആ സംസ്കാരമല്ല നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടത്. അതാണ് ഇവിടെ ബോധപൂർവം ഇന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വ്യത്യസ്ത പേരും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലുമൊക്കെ കൾച്ചറുകൾ ഇവിടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രക്ഷിതാക്കളായി നമുക്കതിന് ചില ബാധ്യതയുണ്ട് എന്ന് മറക്കാതിരിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാക്കണമെന്നാണല്ലോ, സംരക്ഷിക്കണമെന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ച് ദുനിയാവ് മാത്രമല്ല ജീവിതം, അതിനപ്പുറത്തെ ജീവിതമുണ്ട്. ആഖിറമാണ് ഖൈർ, അതാണ് അബ്ഖാ എന്നും അവശേഷിക്കുന്നത്. ഇവിടെ ഏതാനും വർഷങ്ങൾ മാത്രമാണ്. ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളെ ഉണ്ടാകുമോ നമുക്കറിയില്ല. തുച്ഛമായ നൈമിഷികമായ നശ്വരമായ ജീവിതമാണ് ഈ ലോകത്തുള്ളത്. ഇതിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അത് വലിയ കാര്യമൊന്നുമല്ല. അത് കഴിഞ്ഞു പോകും. അങ്ങനെ പണമുണ്ടാകും, അധികാരമുണ്ടാകും, ഭരണമുണ്ടാകും, സൗകര്യമുണ്ടാകും, അതൊക്കെ ഇല്ലാതാകും. ദുനിയാവ് അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില ആളുകൾ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഐഹികമായ ജീവിതത്തിലാണ് എന്നാണ്. പടച്ച റബ്ബിന്റെ കൽപ്പനയ്ക്കെതിരായി പലതും വരുമ്പോഴും അവിടെ ഞാൻ വല്ലതും പറഞ്ഞാൽ, ഞാൻ നിലപാടെടുത്താൽ എന്റെ ജോലി എന്താവുക, എന്റെ ഭാവി എന്താണാവുക, എന്റെ മറ്റു കാര്യങ്ങൾ എന്താണാവുക, എപ്പോഴും ദുനിയാവിനെ പറ്റി ആലോചിച്ച് ദുനിയാവിന് ഒന്നാം സ്ഥാനം നൽകി പടച്ച റബ്ബിന്റെ കൽപ്പനകളെ തൽക്കാലം മാറ്റിവെക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. എന്നാൽ ഏറ്റവും ഖൈറായത് പരലോകമാണ്. അബ്ഖാ എന്നതും അവശേഷിക്കുന്നതും പരലോകമാണ് എന്നത് നാം അടിസ്ഥാനമായി കാണേണ്ടതുണ്ട്. ആ പരലോകത്തിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് പഠിപ്പിച്ചുവോ, നബി തങ്ങൾ എന്ത് പഠിപ്പിച്ചുവോ അത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാനം. അതാണ് പരലോകത്തേക്കുള്ള വിഭവത്തിന്റെ അസ്ല്. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ആ വഴിയിലൂടെ അല്ലാത്ത ഒരു ജീവിതം നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. ദുനിയാവ് മാത്രം കാണുന്നവർക്ക് ഒരു പക്ഷേ ഇതൊന്നും ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് ഹക്കും ബാത്തിലുമില്ല, ഹറാമും ഹലാലുമില്ല. കാരണം ഈ ജീവിതം തന്നെയാണ് അവർക്ക് ജീവിതം, അതിനപ്പുറത്ത് ജീവിതമില്ല. ഇവിടെ വല്ല നേട്ടങ്ങൾ നേടിയാൽ അത് വലിയ നേട്ടമായി കാണുന്നു. ഇവിടെ വരുന്ന നഷ്ടങ്ങളെ ഏറ്റവും വലിയ നഷ്ടങ്ങളായി അത്തരം ആളുകൾ കാണുന്നു. നമ്മൾ അങ്ങനെയല്ല. ഇതിനപ്പുറത്ത് ലോകമുണ്ട് എന്നും ആ ലോകത്ത് രക്ഷപ്പെടണമെന്നും അതിലേക്ക് കൃത്യമായ ഒരു വഴിയൊരുക്കാൻ വേണ്ടിയുള്ള വിഭവങ്ങളെ ശേഖരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന വാശിയുള്ളവരാണല്ലോ നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ അതിന് പറ്റാത്ത, അതിന് വിഘാതമാകുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഒഴിവാക്കി ഇസ്ലാമികമായ വിശ്വാസവും ഇസ്ലാമികമായ സംസ്കാരവും ഇസ്ലാമികമായ വേഷവിധാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ മക്കൾ വളരേണ്ടത് ചെറിയ പ്രായത്തിലെ ഇസ്ലാമിക വേഷം ശീലിപ്പിക്കണം. പ്രത്യേകിച്ചും അവ ഇല്ലാതാക്കാൻ ശ്രമിക്കപ്പെടുന്ന ഈ സാഹചര്യങ്ങളിൽ ചെറിയ പ്രായം മുതൽ തന്നെ അത്തരം ഹിജാബുകൾ നമ്മൾ അവരെ ശീലിപ്പിച്ചു കൊണ്ടുവേണം. ഇബാദാത്തുകളിൽ പ്രത്യേകമായ ശ്രദ്ധ നാം നൽകേണ്ട എല്ലാ പാഠങ്ങളും ചെറിയ പ്രായം മുതൽ തന്നെ പകർന്നു നൽകണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ആദ്യത്തെ 7 കൊല്ലം ഇന്ന കുട്ടിയുടെ കൂടെ നീ കളിക്കുക എന്നാണ്. ലാഇബ് വലദക സബ്അൻ, ആദ്യത്തെ 7 വയസ്സ് വരെ ഈ മക്കളെ കൂടെ കളിച്ചോ, അന്ന് കളിക്കൂട്ടുകാരനാവുക. അന്ന് കുറെ അദബുകൾ പഠിപ്പിക്കാനില്ല, അന്ന് കുറെ മര്യാദകളും ചിട്ടവട്ടങ്ങളും പറഞ്ഞു കൊടുക്കാനില്ല. അന്ന് കൂടെ കളിക്കുക, ഇന്നിൽ നിന്ന് പഠിക്കേണ്ട കുറെ പാഠങ്ങൾ അവർ സ്വീകരിക്കട്ടെ എന്നാണ്. അത് കഴിഞ്ഞാൽ അടുത്ത 7 കൊല്ലം എല്ലാ അദബുകളും നീ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാനാണ്. 14 വയസ്സാവുമ്പോഴേക്ക് ലഭിക്കേണ്ട എല്ലാ മര്യാദകളും അവർക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത 7 കൊല്ലം 21 വയസ്സ് വരെ എന്റെ മകന്റെ കൂടെ നീ കൂട്ടുകാരനായിട്ടുണ്ടാകണം. അവരുമായി ക്ലോസായി അവന് വേണ്ട ഉപദേശങ്ങൾ നൽകാനും അവന് വേണ്ട സഹവാസം നൽകാനുമായി അവന്റെ സ്വാഹിബായി
കൂട്ടുകാരനായി നീ ഉണ്ടാവുക. എങ്കിൽ പിന്നെ ആ മക്കളുടെ കാര്യത്തിൽ ആശങ്കപ്പെടാനില്ല. അല്ലാതെ എല്ലാം കഴിഞ്ഞ അവസാനം ഏതോ ക്യാമ്പസ് കൊണ്ടുപോയി ചേർത്തു, ഒന്നും നോക്കിയിട്ടില്ല, നിസ്കരിക്കാൻ പോലും സാഹചര്യമില്ല, 2, 3, 4, 5 കൊല്ലം എവിടെങ്കിലും പോയി പഠിച്ചു വരുമ്പോ ആ കാലഘട്ടങ്ങളിൽ ജുമുഅ പോലുമില്ല, ജമാഅത്തുമില്ല, റമദാനുമില്ല, ഒരു ഉത്ബോധനവുമില്ല, തോന്നിയ പോലെ ജീവിച്ച അവസാനം എല്ലാം കഴിഞ്ഞ് തലതിരിഞ്ഞ് വന്നതിന് ശേഷം എന്റെ മകനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞാൽ, ഒന്ന് നന്നാക്കി തരണമെന്ന് പറഞ്ഞാൽ അത് കഴിയുന്ന കാര്യമല്ല. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നമുക്കുണ്ടാകണം. നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട് എന്നത് മക്കളെ ശീലിപ്പിക്കണം. ഇസ്ലാമികമായ വേഷമാണ്. പുരുഷന് നിര്യാണിക്ക് മുകളിലാണ് വസ്ത്രത്തിന്റെ സ്ഥാനം. നബി തങ്ങൾ പറഞ്ഞു, ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖിഹി, ഒരു വിശ്വാസിയുടെ അരവസ്ത്രം എന്നത് കണങ്കാലിന്റെ മധ്യം വരെയാണ്. എന്നാൽ അവിടെ മുതൽ നിര്യാണി വരെ വസ്ത്രത്തിന് അവകാശമുണ്ട്, അതിനപ്പുറത്തേക്ക് പിന്നെ വസ്ത്രത്തിന് അവകാശമില്ല എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു. സ്ത്രീകൾക്കാണെങ്കിൽ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കൽ നിർബന്ധമാണ്, അഭിപ്രായ വ്യത്യാസമില്ല. ഫിത്നയുടെ പശ്ചാത്തലങ്ങളിൽ അന്യപുരുഷന്മാരുടെ സന്നിധിയിൽ അതുപോലും മറക്കൽ നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്നിടത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ശീലം നമ്മൾ ശീലിക്കണം. ചെറിയ പ്രായം മുതൽ തന്നെ ഹിജാബുകൾ ശീലിപ്പിച്ചുകൊണ്ട്, ഇസ്ലാമികമായ വേഷം ശീലിപ്പിച്ചുകൊണ്ട് നാം അവരെ വളർത്തിക്കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കണം. സലഫുകളായ സ്ത്രീകളുടെ മര്യാദ അതാണ്. അവിടെ ഏറ്റവും വലിയ ശ്രദ്ധയും ആ രംഗത്ത് തന്നെയായിരുന്നു. സ്വർഗം നഷ്ടപ്പെടാൻ ഒരു പക്ഷേ ആ രംഗത്തുള്ള ചെറിയ അശ്രദ്ധ പോലും കാരണമായേക്കാമെന്നാണ്. ആ നിലക്കുള്ള ഒരു സംസ്കാരം നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുക. മദ്രസയിലേക്ക് മക്കൾ വരണം, പള്ളികളിലേക്ക് കുടുംബസമേതം വരണം, ഭാര്യമാരും മക്കളും ഒക്കെ ജുമുഅക്ക് വരട്ടെ, ഉത്ബോധനം ലഭിക്കട്ടെ. ഇനി വരാൻ സാഹചര്യമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഗുണം കേൾക്കാൻ സമയമുണ്ടോ അവർ കേൾക്കട്ടെ. മദ്രസ പ്രായമുള്ള മക്കൾ നിർബന്ധം ലാഭം മാത്രമേ ഉള്ളൂ. അങ്ങനെ ദീനിയായ ഒരു സംസ്കാരത്തിൽ അവരെ കൂടെ കൊണ്ടുപോയി വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് ഫിത്നയും ഫസാദും നിറഞ്ഞ തീക്കനലിൽ പിടിക്കും പോലെയാണ് ദീനപ്രകാരം ജീവിക്കുന്നവനെന്ന് പഠിപ്പിക്കപ്പെട്ട ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ ഇതൊക്കെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അതേ പരിഹാരമുള്ളൂ. അതല്ലെങ്കിൽ നാളെ പരലോകത്ത് ആ ഭയാനകമായ നരകാഗ്നിയിൽ നമ്മുടെ മക്കൾ വെന്തെറിയുന്ന ആ ഭയാനകമായ രംഗം കാണേണ്ടുന്ന ഗതികേട് നമുക്കുണ്ടാകുമെന്നത് നാം ഗൗരവമായി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദീനു പ്രകാരം ജീവിക്കുന്ന ദീനി കുടുംബമായി നമ്മുടെ കുടുംബത്തെ അല്ലാഹു തആല ആ നിലക്കുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹിജറ വർഷത്തിലെ ഒന്നാമത്തെ മാസമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചതും ഹിജ്റയ്ക്ക് തീരുമാനമെടുത്തതുമെല്ലാം മുഹറമിലായിരുന്നു എന്ന് കാണാൻ കഴിയും. യുദ്ധം ഹറാമായ 4 മാസങ്ങൾ, പവിത്ര മാസങ്ങൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയതിൽ ഒന്ന് മുഹറമാണ്. നബി തങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ജാഹിലിയ്യ കാലത്ത് മക്കയിലെ അറബികൾ പോലും മുഹറമിനെ ആദരിക്കുകയും ആ മുഹറം മാസം വന്നാൽ ആയുധങ്ങളെല്ലാം മാറ്റിവെക്കുകയും അത് യുദ്ധം പാടില്ല എന്ന് അവർ തന്നെയും സ്വയം തീരുമാനമെടുക്കുകയും ചെയ്ത മാസമാണ് മുഹറം മാസം. നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന് പ്രത്യേകമായ ഹദീസിൽ പ്രയോഗം കാണാം. അള്ളാഹുവിലേക്ക് ചേർത്തി പറയൽ ഒരു കാര്യത്തിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും കുറിക്കുമ്പോഴാണ് പലപ്പോഴും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക. പള്ളികളെ പറ്റി ബൈത്തുള്ള, അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയാറുണ്ട്. കഅബയെ കുറിച്ചും അതേ പ്രയോഗം കാണാൻ കഴിയും. ഇങ്ങനെ പലതിനെയും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നുണ്ട്. റബ്ബിലേക്ക് ചേർത്തി പറയുമ്പോൾ റബ്ബിന്റെ പക്കൽ അത്രയും സ്ഥാനമുള്ള
റബ്ബിനേറെ ഇഷ്ടപ്പെട്ടത് എന്ന അർത്ഥത്തിൽ അതിന്റെ മഹത്വത്തെയും ബഹുമാനത്തെയും സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് റബ്ബിലേക്ക് ചേർത്ത് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ. മുഹറം മാസത്തെക്കുറിച്ച് ഷഹറുല്ല, അള്ളാഹുവിന്റെ മാസം എന്ന് പ്രയോഗിച്ചത് ആ നിലക്ക് മുഹറമിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു. ജാഹിലിയ്യ കാലത്തെ ആളുകൾ പോലും മുഹറമിൽ പ്രത്യേകമായി നോമ്പെടുക്കാറുണ്ട് എന്ന് കാണാൻ കഴിയും. റമദാൻ മാസം നിർബന്ധമാക്കുന്നതിന് മുമ്പ് മുഹറം 10 നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കപ്പെട്ടിരുന്നു. നബിതങ്ങളെ നോമ്പ് നോറ്റിരുന്നു. മക്കയിൽ തന്നെ നബിതങ്ങൾ നോമ്പ് നോറ്റിരുന്നു. നബി ആകും മുമ്പേ നബിതങ്ങൾ ആ നോമ്പ് നോറ്റിട്ടുണ്ട്. നബി ആയ ശേഷം നോറ്റിട്ടുണ്ട്. യസൂമുഹു ഖുറൈശികൾ ജാഹിലിയ്യ കാലത്ത് നോൽക്കുമായിരുന്നു, അത് നബിയും നോൽക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. ഖുറൈശികൾ ജാഹിലിയ്യ കാലത്ത് മുഹറം 10 നോമ്പെടുക്കും. അന്ന് നബിതങ്ങൾ അതിനെ കൂടെ നോമ്പ് നോറ്റിട്ടുണ്ട്. പിന്നെ നബിയായി വന്നപ്പോഴും ആ നോമ്പ് അംഗീകാരം നൽകി, അത് നിർബന്ധമാക്കി. പിന്നീട് റമദാൻ ഒരു മാസം നിർബന്ധമാക്കിയപ്പോൾ മുഹറം 10 നോമ്പിന്റെ നിർബന്ധത്തെ ഒഴിവാക്കി. റമദാൻ ഒരു മാസം ഫുള്ള് നിർബന്ധമാണ്. അപ്പോ ഇനി മുഹറമിൽ നിർബന്ധമില്ല, അത് പ്രബലമായ സുന്നത്തായി അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്തു. നബിതങ്ങൾ അവസാന വർഷം വരെ മുഹറം 10 നോമ്പ് നോറ്റു. പിന്നീട് നബിതങ്ങൾ മദീനയിലേക്ക് വന്നു. ഹിജ്റ മദീന വന്നപ്പോൾ മദീനയിലെ യഹൂദികൾ ഈ നോമ്പെടുക്കുന്നുണ്ട്. നബിതങ്ങൾ മദീനത്തെത്തിയപ്പോ അവിടെ യഹൂദികൾ നോമ്പെടുക്കുന്നു, അവിടുത്തെ അഹ്ലു കിതാബ് നോമ്പെടുക്കുന്നു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ നോമ്പെടുക്കുന്നത്? പറഞ്ഞു, ഇത് മൂസാ നബി അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫിർഔൻ മുങ്ങി നശിച്ച മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം 10. അത് നന്ദിയായിക്കൊണ്ട് ആ മൂസാ നബിയുടെ അനുയായികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ആ നോമ്പ് നോറ്റു പോരുകയാണ് എന്നാണ് അവരുടെ പ്രതികരണം. അപ്പൊ മദീനത്തെ നബിയും നോറ്റു, മുസ്ലിമീങ്ങളും നോറ്റു, യഹൂദികളും നോറ്റു, മക്കത്ത് മുശ്രിക്കീങ്ങൾ നോറ്റു, അറബികൾ നോറ്റു, ഖുറൈശികൾ നോറ്റു, മുസ്ലിമീങ്ങളും നോറ്റു. പിന്നീട് ഈ അഹ്ലു കിതാബുമായി എതിരാവുക എന്ന തത്വം പിന്നീട് പഠിപ്പിക്കപ്പെട്ടു. ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് അഹ്ലു കിതാബിന്റെ യഹൂദികളെയും മസാലക്കളെയും രീതികൾ ഇസ്ലാമിന് അന്യമല്ലെങ്കിൽ അത് പിൻപറ്റാനായിരുന്നു നബി ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവരുമായി എതിരാവുക എന്ന കൽപ്പന വന്നപ്പോൾ ഒട്ടുമിക്ക വിഷയങ്ങളും അവിടെ എതിരാകാനാണ് പിന്നെ ശ്രമിച്ചത്. അവരുടെ നബി ഞങ്ങൾ പിന്നീട് അവസാനം ഹിജ്റ 10-ാം വർഷം പറഞ്ഞു, അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഞാൻ 9 കൂടി നോമ്പെടുക്കുമെന്നാണ്. അവര് 10 മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അവരുമായി എതിരാവുക. യഹൂദികൾ 10 മാത്രം നോൽക്കുന്നു. അവിടെ അവരുമായി എതിരാകാൻ വേണ്ടി അടുത്ത കൊല്ലം ഞാൻ 9 കൂടി നോൽക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ നബി തങ്ങൾ വഫാത്തായി. അതുകൊണ്ട് പിന്നത്തെ മുഹറമിൽ നബി തങ്ങൾ ഉണ്ടായില്ല. അതിനാൽ നബി തങ്ങൾ 9 നോറ്റിട്ടില്ല. പക്ഷെ നബി തങ്ങൾ നോൽക്കാൻ ആഗ്രഹിച്ചു, അത് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അതും നബി തങ്ങളുടെ സുന്നത്തായി തന്നെ കണക്കാക്കപ്പെടും. മറ്റൊരു റിപ്പോർട്ടിൽ നിങ്ങൾ മുഹറം 10 നോൽക്കുക, യഹൂദികളോട് എതിരാവുക എന്ന് പ്രത്യേകമായി പറഞ്ഞു. ഒന്നുകിൽ മുമ്പ് നോൽക്കാം അല്ലെങ്കിൽ ശേഷം നോൽക്കാം എന്നാണ് അതിന്റെ സൂചന. മുഹറം 9-ഉം 10-ഉം നോറ്റാലും 10-ഉം 11-ഉം നോറ്റാലും ഇവിടെ എതിരാകൽ വന്നുവല്ലോ. 11 നോൽക്കാമെന്ന് ചില ഹദീസിലുണ്ട്. പക്ഷെ ഹദീസിന്റെ സ്വീകാര്യതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അവിടെ എതിരാവുക എന്ന തത്വം അതിൽ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഒന്നുകിൽ 9, 10 അല്ലെങ്കിൽ 10, 11 അതാണ് നബിയുടെ സുന്നത്തിനോട് കൂടുതൽ യോജിക്കുന്ന രീതി. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞു, റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ്, ശ്രേഷ്ഠമായ നോമ്പ് എന്ന സിയാമി ബഅദ റമദാൻ സിയാമു ശഹ്രില്ലാഹിൽ മുഹറം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റമദാൻ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ദലായ ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലാഹി ഈ ആശുറ നോമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അത് മുഖേന പൊറുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ ആ നിലക്ക് പ്രാധാന്യമുള്ള നോമ്പാണ് മുഹറം 10 നോമ്പ്. മാസപ്പിറവി അടിസ്ഥാനത്തിൽ മുഹറം 1 ശനിയാഴ്ചയാണ്. എല്ലാ മാസവും 29 മാസപ്പിറവി നോക്കുക. അത് കണ്ടാൽ പിറ്റേന്ന് അടുത്ത മാസമായി, ഇല്ലെങ്കിൽ പിറ്റേന്ന് 30 നബി ഞങ്ങൾ പറഞ്ഞു, മാസം 29, 30 ഉണ്ടാവുക. അറബി മാസം 28 ഇല്ല, അറബി മാസം 31 ഇല്ല. അറബി മാസം ഒരിക്കലും 28 ഉണ്ടാവില്ല, 31 ഉണ്ടാവില്ല. അശ്ശഹ്റു ഹക്കദാ വഹക്കദാ, മാസം ഇങ്ങനെയും ഇങ്ങനെയും ആകുന്നു. അഥവാ ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30 അതേ ഉള്ളൂ അറബി മാസം. 29 മാസം കണ്ടാൽ പിറ്റേന്ന് അടുത്ത മാസം 1 മാസം കണ്ടില്ലെങ്കിൽ പിറ്റേന്ന് 30 പൂർത്തിയാക്കി അതിനടുത്ത ദിവസം 1 മാറും. അതാണ് ഇസ്ലാമിന്റെ ഒരു ബേസ്. അതുപ്രകാരം ഇവിടെ വ്യാഴാഴ്ച
29 അന്ന് കണക്ക് പ്രകാരം ചന്ദ്രൻ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷെ ശക്തമായ മഴയും കാർമേഘവും കാരണം കേരളത്തിന്റെ ഒരു ഭാഗത്ത് എവിടെയും മാസപ്പിറവി ഒരാളും ദർശിച്ചില്ല, ആരും കണ്ടില്ല. 1 മണിക്കൂറിലേറെ ചന്ദ്രൻ ആകാശത്തുണ്ടെങ്കിലും ശക്തമായ മഴ കാരണം ആർക്കും കാണാൻ പറ്റിയില്ല. അതും നബി തങ്ങൾ മുമ്പേ പഠിപ്പിച്ചു വെച്ച കാര്യമാണ്. മേഘം മൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്ന് നബി തങ്ങൾ അന്ന് പറഞ്ഞു വെച്ചു. 29 മാസം നോക്കുക, മേഘം മൂടിയാൽ 30 പൂർത്തിയാക്കുക. അപ്പൊ ചില ആളുകൾക്ക് ഒരു യുക്തി, ഏതായാലും അവിടെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ, അവിടെ നമ്മൾ കണ്ടില്ല എന്ന കാരണത്താൽ പിന്നെ ഇനി നീട്ടേണ്ട കാര്യമില്ല, നാളെ 1. അതാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ അടിസ്ഥാനം. മുഹറം 10 എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം വരാനുള്ള ബേസ് അതാണ്. മാസം അവിടെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടില്ല എന്നല്ലേ ഉള്ളൂ, അപ്പൊ നമ്മൾ കണ്ടാല് മാസം മാറുക, നമ്മൾ കാണാഞ്ഞാൽ അപ്പുറത്തേക്ക് പോവുക, അങ്ങനെ ഉണ്ടാകുമോ? അതാണ് അസുര്. നബി തങ്ങൾ നിശ്ചയിച്ച അസുര അതാണ്. എന്ന പൊതുവായ അധ്യാപനം. കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക, കണ്ടാൽ നിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുക എന്നൊക്കെ ഹദീസ് പ്രത്യേകമായി കാണാൻ കഴിയും. അതുപ്രകാരം 29 കേരളത്തിലെ മുസ്ലിമീങ്ങളെല്ലാം നോക്കി, പക്ഷെ ഒരാളും എവിടെയും കണ്ടില്ല, ഒരു സംഘടനക്കാരും ആരും കണ്ടില്ല. സ്വാഭാവികമായും ഹദീസ് പ്രകാരം പിറ്റേന്ന് 30 പൂർത്തിയാക്കി, വെള്ളിയാഴ്ച 30 കഴിഞ്ഞ വെള്ളിയാഴ്ച 30 പൂർത്തിയാക്കി, ശനിയാഴ്ച 1 കടന്നു. അപ്പൊ ശനിയാണ് അതുപ്രകാരം മുഹറം 1. അതുപ്രകാരം ഞായർ തിങ്കൾ 9, 10 കണക്കാക്കാം. ഇനി അതല്ല, അന്ന് പറ്റൂല, അന്ന് കണക്ക് പ്രകാരമുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകൾ ഈ കാഴ്ചയെ തള്ളിക്കൊണ്ടാണ് വെള്ളിയാഴ്ച 1 അല്ല, മാസം കണ്ടിട്ടല്ല വെള്ളി 1 കണക്ക് പ്രകാരം വെള്ളി 1 അത് പ്രകാരം മറ്റു അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു പോകും. ഏതാണ്ട് സുന്നത്ത് നോമ്പാണ്, വിശാലതയുണ്ട്. ഇനി ഒരാൾ ശനിയും ഞായറും നോറ്റു, തെറ്റായ കാര്യമൊന്നുമല്ല. ഞായറും തിങ്കളും നോറ്റു, അതാണ് കൂടുതൽ സുന്നത്തോട് യോജിക്കുന്ന രീതി. നമ്മുടെ നാട്ടിൽ കണ്ടില്ല എന്ന കാരണത്താൽ. പിന്നെ ഗൾഫിൽ അങ്ങനെയല്ലേ, മറ്റു പല നാട്ടിലും അങ്ങനെയല്ലേ, അത് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചന്ദ്രപ്പിറവിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇബാദത്തുകൾ നിശ്ചയിച്ചത്. ഇവിടെ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ദുഹറിന്റെ സമയമായി. അത് ലോകത്ത് വേറെ എവിടെയെങ്കിലും മധ്യത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ദുഹറിന്റെ സമയമാവില്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ മധ്യത്തിൽ നിന്ന് സൂര്യൻ തെറ്റുന്നത്, അപ്പോൾ നമുക്ക് ദുഹറിന്റെ സമയമാകും. എന്നാൽ സൗദി അറേബ്യയിലും UAE ഒക്കെ സൂര്യന്റെ ചലനം കൃത്യമായി നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ദുഹർ വാങ്ങി കൊടുക്കാൻ പറ്റോ? ഇല്ല. അവിടെ അസ്തമിക്കുന്നവരെ കാണാൻ കഴിയും, അത് വെച്ച് ഇവിടെ മഗ്‌രിബ് വാങ്ങി കൊടുക്കാൻ പറ്റോ? ഇല്ല. അത് ഓരോ നാട്ടിലെയും സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇസ്ലാമിലെ ഇബാദത്തുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഹജ്ജ് മക്കയിലാണ്, അവിടെ മക്കയിലെ പിറവിയാണ് അവിടെ കണക്കാക്കുക. നോമ്പും പെരുന്നാളും എല്ലാ നാട്ടിലുമാണ്, അതായത് നാട്ടിലെ കാഴ്ചയാണ് അവിടെ കണക്കാക്കുക. ഇതാണ് പൊതുവായ ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതായിരുന്നാലും ഈ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കുകയും അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുക. കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട അത്ര മഹത്വമുള്ള നോമ്പാണ്. അതോടൊപ്പം ഈ മാസം പൊതുവെ പവിത്രമായ മാസവുമാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് ഈ പവിത്ര മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ദുൽമ ചെയ്യാൻ പാടില്ല എന്നാണ്. ഈ മാസങ്ങളിൽ പവിത്രത കൂടുതലാണ്. അന്ന് ചെയ്യുന്ന തിന്മകൾക്ക് ഗൗരവം വർദ്ധിക്കുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇസ്ലാമികമായ മര്യാദകളെ പ്രത്യേകമായ ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിക്കുന്ന മുത്തഖീകളിൽ മുവഹിദുകളിൽ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.